അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് തൊട്ട് പിറ്റേന്നാൾ അഖിലിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ 20 രൂപയുടെ കണക്കാൻ കാണിക്കാം. മായൻകുട്ടി നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്റെ പൊന്നെ 10,000 ഈ ഹാഷ് മീച്ചും 5 ലക്ഷം തന്നോ? ഞാൻ വെറുതെ കിടന്ന് ഉരുളാദാശനെ. എനിക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്, ഇലക്ഷന് വേണ്ടി. അത് ഞാൻ പറയുന്ന കേക്ക്. അതിന് ഓരോ രൂപയ്ക്കും കണക്ക് കൊടുക്കണം, വേണം, ബില്ല് കൊടുക്കണം, വേണം. അത് എടുത്തു വെച്ചിട്ട് പാർട്ടിക്കാർക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. അഖിൽ മാരാർ ബൈക്ക് വിറ്റ പൈസ അഖിലിന്റെ വേറെ കടം വിട്ടാനായിരിക്കും. ഒരു ബൈക്കും വിറ്റ് അഖിൽമാർ 5ന്റെ നയാ പൈസ തൃക്കാക്കറിൽ ചെലവാക്കിയിട്ടില്ല. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അഖിൽ മാരാർക്ക് കൃത്യമായ സമയത്ത് അഖിൽ മാരാർക്ക് വേറെ സോഷ്യൽ മീഡിയ ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ അതടക്കം 2020 100% പൈസ തന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു ആ പണം അവിടെ പോയി. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. തെളിവ് കാണിക്കാൻ ഞാൻ കണക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞോട്ടെ കാശ്മീർ, ആ വീഡിയോയുടെ അവസാന ഭാഗം ഞാൻ പറയുന്നുണ്ട്. ഞാൻ ചെലവാക്കിയ എല്ലാ പൈസ അവർ എനിക്ക് തിരിച്ചു തന്നു. പിന്നെന്താ? കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഇത് എല്ലാം കാണത്തില്ലെന്നേ. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങുമ്പോൾ അവന്റെ ജെട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ബാക്കി ഇടുന്നത് കാണ്, എന്റെ ബാക്കി ഡ്രസ് കാണും. നിങ്ങൾ ജട്ടി കണ്ടതാ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കാശ്മീർ ജട്ടിയെ കിടക്കുന്ന പൈസ സാമ്പത്തികം അക്കോമഡേഷൻ കാണുന്നേ. രാഷ്ട്രീയം പ്രത്യേക മണ്ണാൻ കട്ടയാ അഖിലേ. പോയി ചത്തുടടാ. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളി എങ്ങനെ വിശ്വസിക്കും? അഖിൽ മാരാർ BJP വിമർശിക്കും, BJP അനുകൂലിക്കും, കോൺഗ്രസിനെ വിമർശിക്കും, കോൺഗ്രസിനെ അനുകൂലിക്കും. അരാധനം ആ നിലപാട് അല്ല. അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. അത്രമാണ് ഞാൻ പറഞ്ഞേ. നന്നായി സംസാരിക്കാൻ അറിയാം. അഖിൽമാരെ നന്നായി സംസാരിക്കാൻ ആ നാക്കിട്ടടിക്കൊണ്ട് എല്ലാ കാലത്തും എല്ലാ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല. എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം.